ഒരുത്തൻ ലഭിച്ചു കഴിഞ്ഞാൽ അവന്റെ മക്കൾക്ക് ലഭിക്കും, അവന്റെ പേരക്കുട്ടികൾക്ക് നൽകും. അതിന്റെ തലമുറകളായിക്കൊണ്ട് അത് നൽകി കഴിക്കുന്ന പകർന്നു നൽകാൻ വേണ്ടി കഴിയുന്ന ഒരു സമൃദ്ധമായ ഒരു അവസരമാണ്. അത് തീർച്ചയായും ഈ നാടിലേക്ക് ഇവിടുത്തെ ജമായത്ത് കമ്മിറ്റി തന്നെ പകർന്നു നൽകുമ്പോൾ തീർച്ചയായും മുന്നോട്ട് വരികയാണ്. നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിദ്യാഭ്യാസവും പാഠ്യവും പാഠ്യേതര വിഷയങ്ങളും ഒക്കെ ഓരോ ആളുകളുടെ മനസ്സുകളിൽ ജനിച്ചു വീഴുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാകുന്നത്, അത് അവരുടെ പല രീതിയിലുള്ള ഒരു കഴിവ് അവരുടെ നിന്നും നിശ്ചിതമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചില ആളുകൾക്ക് കായിക രംഗത്തുണ്ടാവും, കലാരംഗത്തുണ്ടാവും, പഠന രംഗത്തുണ്ടാവും, മറ്റു മേഖലകളിൽ പ്രസംഗ രംഗത്തുണ്ടാവും. പല മേഖല വ്യത്യസ്തമായ കഴിവുകളായിരിക്കും ഓരോ ആളുകളിലുള്ളതും. ആ വ്യത്യസ്തമായ കഴിവുകളെ സംയോജിപ്പിച്ചുകൊണ്ട് അവിടെ പാഠ്യവും പാഠ്യേതരവുമായ വിഷയങ്ങളെ പരിപോഷിപ്പിച്ചുകൊണ്ട് പകർന്നു നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ, അതോടുകൂടി അവരെ ആ രീതിയിലും കൂടി വളർത്തിയെടുത്ത് വരുമ്പോൾ നമുക്ക് കഴിയും. പുതിയ കാലഘട്ടം എന്ന് പറയുന്നത് വിവരാവകാശ രംഗത്തെ ഏറ്റവും ഒരു വിപ്ലവാത്മകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ്, ഒരു റെവല്യൂഷണറിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലങ്ങളിൽ ഒരു ലേഖനം എഴുതണമെങ്കിൽ, ഒരു കഥ എഴുതണമെങ്കിൽ, ഒരു കവിത എഴുതണമെങ്കിൽ, ഒരു അറിവുകൾ നമ്മൾക്ക് എവിടെയെങ്കിലും ഒരു വാചകത്തിന്റെ ഒരു അറിവ് തേടണമെങ്കിൽ ഡിക്ഷണറികൾ മറിച്ചു നോക്കി ആ വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഡിക്ഷണറിയുടെ ഏടുകൾ പരിശോധിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആരോടെങ്കിലും വിളിച്ച് അറിയേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതണമെങ്കിൽ ഒരുപാട് പ്രാവശ്യം എഴുതിയും കുത്തിയും പേപ്പറുകൾ ചവിട്ടുകൊട്ടയിലിട്ട് അത് വീണ്ടും എഴുതി കറപ്ഷൻ ചെയ്തെടുക്കേണ്ടി വരും. പക്ഷെ പുതിയ കാലഘട്ടങ്ങളിൽ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു വാക്ക് ചോദിച്ചാൽ ആ വാക്ക് ഇന്ന് നമുക്ക് നിമിഷങ്ങൾ കൊണ്ട് പകർന്നു തരുന്ന, അറിവ് തരുന്ന ഒരു റെവല്യൂഷണറിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ കുരുന്നുകളെ, നമ്മുടെ പ്രിയപ്പെട്ട വിച്ചോമനകളെ അറിവിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് നഴ്സറി സ്കൂളുകളിലേക്ക്, പ്രീ പ്രൈമറി തലങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത്. തീർച്ചയായും അവരൊക്കെ ഈ നാടിന്റെ സമൂഹത്തിന്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരുമ്പോൾ അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നൽകുവാനും അവർ വികസിപ്പിക്കുവാനും മുന്നോട്ട് വരണം. തീർച്ചയായും ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുകയും അതിന് മാനേജ്മെന്റ് നൽകുകയും ചെയ്യുന്ന ഒരുപാട് ഇത്തരം സംവിധാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അത് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഒരു എഫക്ട് എന്ന് പറയുന്നത്, കഠിനാധ്വാനം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അത് തീർച്ചയായും ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഈ ജമാഅത്തിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെയും ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനെ മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് ഒരു കണ്ണിലെ കൃഷ്ണമണി പോലെ ഒരു പോറലും ഏൽക്കാണ്ട് കാത്തു സൂക്ഷിച്ചുകൊണ്ട് വരുന്ന കഴിഞ്ഞ കാലങ്ങളിലെ മുൻ തലമുറക്കാർ, നമ്മളെ മുൻഗാമികൾ എങ്ങനെയാണോ നമുക്ക് പകർന്നു തന്നത്, അത് ഈ തലമുറ നമ്മുടെ പിൻഗാമികൾക്കും അതേപടി അത് പകർന്നു നൽകിക്കൊണ്ട് ഈ നാടിന്റെ ഒരു അഭിമാന സ്തംഭമായി ഈ വിദ്യാഭ്യാസ സ്ഥാപനം നിലനിന്നു പോകണം എന്നുള്ള കാര്യത്തിൽ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്ന മുഴുവൻ ആളുകളെയും കഴിഞ്ഞ 20 വർഷക്കാലമായി കൊണ്ട് അഭൂതപൂർവമായ വിജയവും അഭൂതപൂർവമായ വളർച്ചയും ബന്ധമായ മേഖലകളും ഉന്നതമായ മേഖലകളുമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. 20 വർഷക്കാലം 20ാമത് ആനുവൽ ഡേ ആണ് ഇന്ന് ആഘോഷിക്കപ്പെടുന്നത്. ഇവിടെ നിന്നും ആദ്യ വർഷം 2006 പഠിച്ച കുട്ടികൾ ഇന്ന് സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ വനമായ കേരളങ്ങളിൽ അഭിമാനപരമായി നിൽക്കുന്നുണ്ടാവും. അവർക്കൊക്കെ അഭിമാന സ്തംഭമായി കൊണ്ട് ഈ സ്ഥാപനം നിൽക്കുമ്പോഴേക്കും ഇനിയും അതിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 20 വർഷക്കാലം അതിന്റെ വിജയവും വളർച്ചയും അതിന്റെ കുതിപ്പും അതിന്റെ വേഗതയും വളരെ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനിയും അങ്ങോട്ട് കാലഘട്ടത്തിനനുസൃതമായിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന മാറ്റങ്ങൾക്കനുസൃതമായിക്കൊണ്ട് അതിനെ വളർത്തിയെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 20ാമത് ഈ അൻബിയുൽ ഇസ്ലാം സ്കൂളിന്റെ ഈ നഴ്സറി സ്കൂളിന്റെ 20ാമത് ആനുവൽ ഡേയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഈ നിറഞ്ഞ സദസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി സന്തോഷപൂർവ്വം ദൈവനാമത്തിൽ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്.